രണ്ട് വട്ടം ഇരട്ടി എടുക്കുക, രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. എന്താന്നല്ലേ ആലോചിക്കുന്നത്? 25 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഏതൊരു സംഖ്യയും 25 കൊണ്ട് പെട്ടെന്ന് ഹരിക്കാൻ രണ്ട് വട്ടം ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, എന്നിട്ട് മുന്നിൽ നിന്ന് പുറകോട്ട് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 12നെ 25 കൊണ്ട് ഹരിക്കണം. 12ന്റെ ഇരട്ടി 24, ആ 24ന്റെ ഇരട്ടി 48. രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുമ്പോൾ 0.48. 9നെ 25 കൊണ്ട് ഹരിക്കണം. 9ന്റെ ഇരട്ടി 18, ആ 18ന്റെ ഇരട്ടി 36. രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുന്നു, 0.36. 60നെ 25 കൊണ്ട് ഹരിക്കണം. 60ന്റെ ഇരട്ടി 120, ആ 120ന്റെ ഇരട്ടി 240. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു, 2.40. 2.40 എന്ന് പറഞ്ഞാൽ 2.4 തന്നെയാണ്. ഇനി നമുക്ക് കുറെ സംഖ്യകളെ 25 കൊണ്ട് പെട്ടെന്ന് ഹരിച്ചു നോക്കിയാലോ? 3നെ ഹരിക്കാൻ 3ന്റെ ഇരട്ടി 6, ആ 6ന്റെ ഇരട്ടി 12. രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുന്നു, 0.12. 2നെ 25 കൊണ്ട് ഹരിക്കാൻ 2ന്റെ ഇരട്ടി 4, ആ 4ന്റെ ഇരട്ടി 8. രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 8ന് ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു 0 കൂടെ കയ്യിൽ നിന്ന് കൊടുത്ത് 0.08. 300നെ ഹരിക്കാൻ 300ന്റെ ഇരട്ടി 600, ആ 600ന്റെ ഇരട്ടി 1200. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു, 12.00, അതായത് 12 തന്നെ. 7നെ 25 കൊണ്ട് ഹരിക്കാൻ 7ന്റെ ഇരട്ടി 14, ആ 14ന്റെ ഇരട്ടി 28. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു, 0.28. 4നെ 25 കൊണ്ട് ഹരിക്കാൻ 4ന്റെ ഇരട്ടി 8, ആ 8ന്റെ ഇരട്ടി 16. രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുന്നു, 0.16. 450നെ ഹരിക്കാൻ 450ന്റെ ഇരട്ടി 900, ആ 900ന്റെ ഇരട്ടി 1800. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു, 18.00, അതായത് 18 തന്നെ. അവസാനമായി 11നെ 25 കൊണ്ട് ഹരിക്കാൻ 11ന്റെ ഇരട്ടി 22, ആ 22ന്റെ ഇരട്ടി 44. രണ്ട് സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടുന്നു, 0.44. അപ്പോ ഇനി ഏതൊരു സംഖ്യയും 25 കൊണ്ട് പെട്ടെന്ന് ഹരിക്കാൻ രണ്ട് വട്ടം ഇരട്ടിയെടുക്കുക, രണ്ട് സ്ഥാനം അങ്ങോട്ട് മാറ്റി പോയിന്റ് ഇടുക. അപ്പൊ പുതിയൊരു ടിപ്പുമായി വീണ്ടും കാണാം. ബൈ.